സീറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയിലെ സാമ്പത്തിക ഇടപാടുകളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ദിശ തെറ്റിയാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ന്യായമായി ഉയരുന്ന ചില സംശയങ്ങളാണ്. ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ എന്ന് ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദികനായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴത്തെ മെത്രാപ്പൊലിത്തയായ മാർ പാമ്പ്ളാനി യാതൊരുവിധ അഫിലിയേഷനും ഇല്ലാതെ ഒരു തട്ടിപ്പ് കൂട്ടം പോലെ നടത്തിയ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ തുടർച്ച പോലെ തന്നെ ചില കാട്ടിക്കൂട്ടലുകളുടെ നടത്തുന്നത് മുഴുവൻ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് എപ്പോഴും പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഖേദത്തോടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്ത നിർവഹണം ആവശ്യപ്പെടുന്ന സമയത്ത് സഭയിലെ ഒരു അതിരൂപതയുടെ കാട്ടിക്കൂട്ടലുകൾ പ്രഹസനമാണ് എന്ന് പറയേണ്ടി വരുന്നത് വേദനയോടെ തന്നെയാണ്. തലശ്ശേരി അതിരൂപതയുടെ കാലഹരണപ്പെട്ട കാട്ടിക്കൂട്ടലുകൾ പ്രഹസനമായി മാറുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏത് സമൂഹത്തോടും കിടപിടിക്കത്തക്ക രീതിയിൽ വളരുക എന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ കടമയാണ്. മറ്റുള്ളവരെ വളർത്തിയെടുക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. ഈ ഉത്തരവാദിത്വത്തെ നിർവഹണം അതിന്റെ പൂർണ്ണതയിൽ കേരളത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടിൽ നിർവഹിച്ചവർ തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ. ഏറെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭ. വിദ്യാഭ്യാസ, ആതുര സേവന, സാമൂഹിക ചുറ്റുപാടുകളുടെ വികസനം, സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ട നടപടികളൊക്കെ പൂർണ്ണമായി ചെയ്ത ഒരു സമൂഹമാണ്. അഥവാ സർക്കാരിനേക്കാൾ കൂടുതൽ ചെയ്തു എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ തന്നെ നടത്തിയിരുന്ന പ്രവർത്തനമാണ് സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളുടെ വളർച്ചയ്ക്കായിട്ട് കൃഷി, കന്നുകാലി വളർത്തലിലൂടെ സാമ്പത്തിക ഉന്നമനത്തിനായി ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വിജയിപ്പിച്ച ചരിത്രം തന്നെയാണ് ക്രൈസ്തവ സഭയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരം മേഖലയിൽ നിന്നും മാറി പുതുവഴികൾ തുറന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് ഈ പുതിയ സാഹചര്യത്തിൽ അഥവാ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ആട് വിതരണവുമായി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി എത്തുന്നത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പ്രഹസന കാട്ടിക്കൂട്ടലാണ് കാണിക്കുന്നത്. മൊബൈൽ ഫോൺ സുവിശേഷ പ്രഘോഷണത്തിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ കാർലോയുടെ കാലഘട്ടത്തിലൂടെയാണ് ആട് വിതരണത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം.